അങ്ങനെ ഇന്നത്തെ നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. നമുക്കിന്ന് കുറച്ച് ഗ്രോസറി പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പൊ അത് വാങ്ങാനും പോണം. പിന്നെ ഇവിടെ വന്നപ്പോ തൊട്ടേ ഞാൻ വിചാരിച്ചിരുന്നതാണ് വസന്ത് ഭവനിൽ പോയി ഒരു കോഫി കുടിക്കണമെന്നുള്ളത്. നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്യാം കേട്ടോ. തൽക്കാലം ഒരു കോഫിയിലും ഒരു ഒടിയൻ ബജ്ജിയിലും ഞാൻ ഒതുക്കി. ആവശ്യം പോലെ സമയമുണ്ടല്ലോ ഇനിയും ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കോഫി കുടിച്ചപ്പോഴത്തേക്കും കുറച്ച് എനർജിയൊക്കെ കിട്ടി. ഇനിയിപ്പോൾ നമുക്ക് സാധനങ്ങളൊക്കെ വാങ്ങണം. അടുത്ത് തന്നെ കടകളുണ്ട്. അടുത്ത് തന്നെ ഒരു മദീനയുണ്ട്. പിന്നെ അടുത്തുള്ളത് ഒരു വി മാർട്ടാണ്. അതൊരു ചൈനീസ് ഷോപ്പാണ്. നമുക്ക് ആദ്യം മദീനയിൽ പോകാം. കാരണം ഈ ദോശമാവ്, ഇടിയപ്പം അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നമുക്ക് മദീനയിലേ കിട്ടും. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ ചൈനീസ് സൂപ്പർ മാർക്കറ്റിൽ പോകാം. അത് രണ്ടും മാത്രമേ ഞാൻ അവിടെ നിന്ന് എടുത്തുള്ളൂ. പിന്നെ ഞാൻ ബില്ലൊക്കെ അടിച്ചു കഴിഞ്ഞാൽ നേരെ വി മാർട്ടിലോട്ട് പോയി. ചൈനീസ് സൂപ്പർ മാർക്കറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്ക് വേണ്ടിയിട്ടുള്ള ചില ഇന്ത്യൻ ഫുഡ്സ് ഒന്നും ഇവിടെ കിട്ടത്തില്ല. പിന്നെ വെജിറ്റബിൾസ് ഒക്കെ നല്ലതായിരുന്നു. അതൊക്കെ കണ്ടാണ് ഞാൻ അങ്ങോട്ട് പോയത്. പിന്നെ നമുക്ക് കാണാൻ പറ്റാത്ത കുറേ കാര്യങ്ങൾ ഇവിടെ കാണാം. നൂഡിൽസിന്റെ വെറൈറ്റി ആയാലും ഫിഷിന്റെ വെറൈറ്റി ആയാലും ഇവിടെ കുറേ വെറൈറ്റീസ് ഉണ്ട്. ചില ഫിഷൊക്കെ ഇവർ അക്വേറിയം പോലെ സെറ്റ് ആക്കിയിട്ട് ജീവനോടെ തന്നെ ഇട്ടേക്കുന്നത്. എനിക്ക് അറിയത്തില്ല ഇനിയിപ്പം വേണ്ടുന്ന അനുസരിച്ച് ഇവർ ഇതിൽ നിന്ന് പിടിച്ചിട്ട് ആൾക്കാർക്ക് കൊടുക്കുകയാണോ എങ്ങനെയാന്നുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇന്നലെ വന്നപ്പോൾ ഞാനിത് കണ്ടപ്പോൾ ഇതെനിക്കൊരു കൗതുകം തോന്നിയിട്ട് ഞാൻ എടുത്തതാണ്. ഈ കിടക്കുന്ന ലോബ്സ്റ്റർ ആണ് കേട്ടോ. ഇതിന്റെ പല വെറൈറ്റീസ്, സൈസിനനുസരിച്ചുള്ള വെറൈറ്റീസ് ഇവിടെ ഉണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ ഇതിനൊക്കെ റേറ്റും ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ നാട്ടിലെ ഞണ്ട്. ഇത് ഏത് ടൈപ്പ് ഞണ്ടാന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷെ അത്യാവശ്യം ഇത് ഭയങ്കര വലുതാണ്. എന്തായാലും തൽക്കാലം നമ്മളിതൊന്നും വാങ്ങാൻ പോകുന്നില്ല. നമുക്ക് കാണാം, കണ്ടിട്ട് പോവാം. പിന്നെ എനിക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് പച്ചക്കറികളൊക്കെ ആയിരുന്നു. അതൊക്കെ ഞാൻ വാങ്ങി. പിന്നെ ഈ ഷോപ്പില് ഞാൻ ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര കുറെ നടന്നായിരുന്നു. കാരണം എന്തൊക്കെയാ ഇവിടെ വെച്ചേക്കുന്നത്. മറ്റുള്ള ഷോപ്പിനെ വെച്ച് നോക്കുമ്പോൾ നല്ല വെറൈറ്റി ആയിട്ട് തോന്നിയിട്ട് എന്തൊക്കെയാ ഇവിടെ ഉള്ളതെന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും തേരാപ്പാര നടന്നു. അപ്പോഴാണ് ഞാൻ കിംജി കണ്ടത്. പിന്നെ നമ്മുടെ ട്രെൻഡിങ് ആയ ഐസ്ക്രീം, മാംഗോ ഐസ്ക്രീം. അങ്ങനെ കുറച്ചു നേരം അവിടെയൊക്കെ നിന്ന് ബില്ലൊക്കെ അടിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങി. അപ്പോഴാണ് ഞാൻ വേറൊരു കാഴ്ച കാണുന്നത്. ഇന്ന് സ്ട്രോബെറി മൂണെന്നുള്ള കാര്യം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു പോസ്റ്റിൽ കണ്ടായിരുന്നു. ഇന്ന് പുറത്തോട്ട് ഇറങ്ങിയോണ്ട് എനിക്കത് കാണാൻ പറ്റി. കുറച്ചും കൂടെ അടുത്ത് നിന്ന് ഞാൻ നോക്കിയായിരുന്നു. പക്ഷെ എന്റെ ഫോണിൽ ഇത്രയും കിട്ടുന്നുള്ളൂ. അപ്പൊ അതും കണ്ടു. എന്നിട്ട് ഞാൻ നേരെ റൂമിലോട്ട് പോയി. അപ്പൊ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ടാറ്റാ, ബൈ ബൈ.